CBI ഈ കേസിൽ വരാത്തതിന്റെ കാരണം കൊലപാതകമാണെന്ന സംശയം യുക്തിപരമാകണം, അത് സാങ്കല്പികമാകരുത് എന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചത്. പോലീസിനെതിരെ ആക്ഷേപം ഉന്നയിച്ചതുകൊണ്ട് മാത്രം അന്വേഷണം കൈമാറാനാകില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിൽ പറയുന്നത്. തീരുമാനമെടുക്കേണ്ടത് സൂക്ഷ്മതയോടെയാണ്. CBI അന്വേഷണം അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമാണെന്നും ഇവിടെ അസാധാരണ സാഹചര്യമില്ലെന്നുമാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിച്ചത്. SIT ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബത്തിന് ആക്ഷേപമില്ലല്ലോ എന്നും ഹൈക്കോടതി ചോദിക്കുന്നു. ഇൻക്വസ്റ്റിൽ പിഴവുണ്ടെന്ന് കേസ് ഡയറിയിലൂടെ കണ്ടെത്താനായിട്ടില്ല. ആത്മഹത്യയോ കൊലപാതകമോ എന്ന തീരുമാനത്തിൽ SIT എത്തിയിട്ടുമില്ല. ഈ ഘട്ടത്തിൽ അന്വേഷണം എന്തുകൊണ്ടാണ് CBIക്ക് കൈമാറേണ്ടത്? കൊലപാതകമാണോ എന്ന കാര്യവും അന്വേഷിക്കാൻ സിംഗിൾ ബെഞ്ച് നിർദ്ദേശമുണ്ടല്ലോ എന്നുമാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചത്. അന്വേഷണം സുതാര്യമല്ലെന്നോ ഏകപക്ഷീയമാണെന്നോ കരുതാനാവില്ല എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറയുന്നു. സ്വാധീനിക്കാൻ സാധ്യതയുള്ള തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസല്ല ഇത്. രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കേസല്ല. പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാനായി നേതാക്കൾ ഇടപെടുന്ന കേസുമല്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ശ്രദ്ധേയമായ വിധി. അതുകൊണ്ട് തന്നെ ഈ കേസിൽ CBI വരാനുള്ള സാധ്യത മങ്ങുകയാണ്.